ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ട് നോക്കിയാലോ ഇനി വരാനിരിക്കുന്ന അല്ലേ. അപ്പോൾ നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗംഗാധരൻ്റെ വായിൽ നിന്ന് തന്നെ നമ്മുടെ സുഭാഷിനും സുധീഷിനും എവിടെയാണ് കുടുംബക്ഷേത്രം എന്നുള്ളതിൻ്റെ വിവരം കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് വിശേഷത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മുടെ സുഭാഷും നമ്മുടെ സുധീഷും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഗംഗാധരൻ വരെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇനി എങ്ങനെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലോട്ട് പോകും എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചിന്തയായിരുന്നു. അപ്പം സുഭാഷ് പറഞ്ഞു, എന്തായാലും നമ്മുടെ സുനന്ദയോട് ചോദിച്ചിട്ടുണ്ടല്ലോ നിധി, ചിലപ്പോൾ സുനന്ദ നമുക്ക് പറഞ്ഞു തരുമായിരിക്കും. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഇനി നമുക്കെങ്ങാനും ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സുനന്ദയ്ക്കും കിട്ടും നല്ല ഡോസ്. അപ്പോൾ ആ കുട്ടി നമുക്ക് വേണ്ടി റിസ്ക് എടുക്കണോ എന്നുള്ള രീതിയിൽ സുഭാഷ് സുനന്ദയെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കണം. അപ്പം ഗംഗാധരൻ ഇങ്ങനെ നടന്ന് പാസ് ചെയ്ത് ഇങ്ങനെ പോവാൻ കേട്ടോ. അപ്പോൾ സുധീഷ് മനസ്സിലിങ്ങനെ കൗണ്ട് ചെയ്യാണ്, ഇപ്പോൾ വിളിക്കും സുഭാഷ് ചേട്ടനതേ ഇപ്പോൾ വിളിക്കും കണ്ടോ കേട്ടോ, ഇപ്പോൾ വിളിക്കുമെന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. കറക്റ്റായിട്ട് അങ്ങോട്ട് കുറച്ച് നടന്ന് മുന്നോട്ട് പോയിട്ട് സുഭാഷേ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷ് ഓടി ചെല്ലുകയാണ്. വല്യച്ഛൻ വിളിക്കണു എന്നുള്ള രീതിയിൽ അമ്മാവൻ വിളിക്കുന്നു, ഗംഗാധരൻ അമ്മാവനാണല്ലോ, വിളിക്കണു എന്നുള്ള രീതിയിൽ സുഭാഷ് ഓടി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം എന്താ അമ്മാവൻ എന്നുള്ള രീതിയിൽ ചോദിക്കണേ, അതെ നീ ഇന്ന് എന്നോട് രാവിലെ കുടുംബക്ഷേത്രത്തിൻ്റെ കാര്യത്തെ എവിടെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അതെ അന്നേരം എനിക്ക് പറയാൻ തോന്നിയില്ല, പക്ഷേ ഇപ്പം എന്തോ എനിക്ക് നിന്നെ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. അതെ വേറൊന്നും കൊണ്ടല്ല, നീ സുനന്ദയുടെ കാര്യത്തിൽ എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നീ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നീ തയ്യാറായി. ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പ്രത്യുപകാരമായിട്ടാണ് ഞാനിത് പറഞ്ഞു തരണമെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അമ്മാവ എവിടെയാണെന്നൊന്ന് പറയാമോ എന്ന് സുഭാഷ് ചോദിക്കണം. അപ്പോൾ സുധീഷും ഉണ്ട്. അങ്ങനെ കറക്റ്റ് അമ്പലം എവിടെയാണെന്നും അത് പോകുന്ന വഴിയും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധീഷിനും സുഭാഷിനും ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ഇത്രയും നേരം ഇത്രയും ദിവസമായിട്ട് അവിടെ ഒന്ന് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു അവർക്ക്. അപ്പം കറക്റ്റായിട്ട് ഗംഗാധരൻ തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും ഗംഗാധരൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതെ ഈ അമ്പലത്തിൽ പോകുന്നതൊക്കെ കൊള്ളാം, നീ മാത്രം പോയാൽ മതി, കണ്ടവന്മാരെയൊന്നും കൊണ്ടങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ആ ശരി, ഞങ്ങളൊന്നും പോകണില്ല അമ്മാവെന്ന് സുധീഷും മറുപടിയും പറഞ്ഞു കേട്ടോ. കാരണം സുഭാഷ് മാത്രം പോയാൽ മതി എന്നുള്ളതാണ്. പിന്നെ അമ്പലം എവിടെയാണെന്ന് പറഞ്ഞു തന്നതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും ഒന്നായി എന്നുള്ള വിചാരമൊന്നും വേണ്ട, പറഞ്ഞു കേട്ടല്ലോ. ഓ ഇല്ല അമ്മാവ എന്ന് സുഭാഷ് മറുപടിയും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ പോവാണ്. അപ്പോൾ ഇതെങ്ങനെ സാധിച്ചു, ഇതിപ്പം നേരത്തെ പറയാൻ നിന്നില്ല, ഇപ്പം വീണ്ടും പറയാൻ തോന്നിയത് എന്തായിരിക്കും അമ്മാവനെന്ന് സുഭാഷ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് സുധീഷ് കാര്യങ്ങളൊക്കെ പറയണത്. അതായത് വേറൊന്നുമല്ല, അതായത് ഇച്ചിരി മുന്നേ ആയിട്ട് നമ്മുടെ ഗംഗാധരൻ ചായക്കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ ആ ഒരു തിരുമേനി, ഒരു സന്യാസി പോലെ ഒരാളുണ്ടായിരുന്നു. അയാളെയും കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ചായക്കടയിൽ ചെന്നിട്ട് ഇത് ഞാൻ പറഞ്ഞു തരുന്ന പോലെ പറയണമെന്ന് സുധീഷ് പഠിപ്പിച്ച് വിടേന്. പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോണത്. അപ്പം അയാൾ പറഞ്ഞു, അതെ ഇനി നിങ്ങൾ ആളെ കാണിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷ് നേരെ ആളെ ഗംഗാധരനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അതെ ഇയാൾ സുധീഷ് പറഞ്ഞു തന്ന കാര്യം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറയാം. അങ്ങനെ ഒരിക്കൽ കൂടെ സുധീഷ് അയാളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെന്ന് പറഞ്ഞ് അയാളെ പേടിപ്പിക്കണം, എന്നാലേ അയാളത് പറഞ്ഞു തരൂ ഈ അമ്പലം എവിടെയാണെന്നുള്ളത്. അങ്ങനെ അയാൾ ചെന്നിട്ട് ഇയാളുടെ ഗംഗാധരനല്ലേ ഇങ്ങനെ ചെന്ന് അടുത്ത് ഇരിക്കണേ ചായക്കടയിൽ. രണ്ട് ചോദിക്കും, അതെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടല്ലോ, നിങ്ങളുടെ മുഖലക്ഷണം വെച്ച് കണ്ടിട്ട് നിങ്ങൾ ഒരാളത്ര ഒരു മനസാക്ഷി ഇല്ലാത്തവനാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ അയാൾ സംസാരിക്കണം. അപ്പം ഗംഗാധരൻ ചോദിച്ചു, എന്ത് മനസാക്ഷി ഇല്ലാത്ത? അപ്പോഴാണ് കാര്യങ്ങൾ പറയണത്. അതായത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെ വഴി അല്ലെങ്കിൽ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ച് ആരെങ്കിലും നിങ്ങളെ ഒന്ന് ബന്ധപ്പെട്ടായിരുന്നോ? ആ കുടുംബക്ഷേത്രം പോലും കാണിച്ചു കൊടുക്കാൻ, എവിടെയാണെന്ന് പറയാൻ പറ്റാത്ത അത്രയും ക്രൂര മനസ്സാണോ നിങ്ങളുടേത്? എന്താ ദൈവം നിങ്ങൾക്ക്
നിങ്ങൾക്ക് മാത്രം എഴുതി തന്നൊക്കെയാണോ, ദൈവത്തെ പങ്കിടാൻ നോക്കണോ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ കുറേ പറയാണ്. നിങ്ങളുടെ കാലക്കേട് തുടങ്ങാൻ പോവുകയാണ്, അതിൻ്റെ മുന്നോടിയാണ് നിങ്ങൾ ഈ കാണിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ എന്ന രീതിയിലൊക്കെ ആ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരുന്ന സന്യാസി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടപ്പോൾ ഗംഗാധരനൊരു ചെറിയ ഭയം തോന്നി. അയ്യോ, ഇനിയിപ്പോൾ ഇയാൾ പറഞ്ഞ കണക്ക് എങ്ങനെ എൻ്റെ കാലക്കേട് എങ്ങാനും തുടങ്ങുമോ, ഇനിയിപ്പോൾ അവന്മാർക്ക് ആ സുഭാഷും സുധീഷും നേരത്തെ ചോദിച്ചായിരുന്നു എന്നെ കണ്ടപ്പോൾ ആ കുടുംബക്ഷേത്രം എവിടെയാണെന്നും മറ്റും, അന്നേരം പറഞ്ഞതുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും അവന്മാരെ കണ്ടിട്ട് പറയണമെന്നുള്ള ഒരു പേടിയും ഭയവും ഒക്കെ ഗംഗാധരന് വരെയാണ്. അങ്ങനെയാണ് ഗംഗാധരൻ ഇപ്പോൾ സുധീഷിനെയും നമ്മുടെ സുഭാഷിനെയും കണ്ടപ്പോൾ ഈ അമ്പലം എവിടെയാണെന്നും പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ ട്രിക്കെല്ലാം നമ്മുടെ സുധീഷിൻ്റെ ഐഡിയ ആയിരുന്നു. അപ്പോൾ സുധീഷ് മനസ്സിൽ പറയാണ്, ഓ ഇങ്ങനെയാണെങ്കിൽ ഇയാളെ വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കായിരുന്നു. എന്തായാലും വരട്ടെ, എന്തായാലും ഈ കാര്യം സോൾവായി. അങ്ങനെ സുഭാഷും സുധീഷും കൂടെ നേരെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നിധിയും നമ്മുടെ നികേഷും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ സന്തോഷത്തോടെ പറയാണ്, അതെ നമ്മുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിഞ്ഞു കേട്ടോ എന്ന്. അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ ചോറൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, അതിന് കുടുംബക്ഷേത്രം അറിയാൻ നീ എവിടം വരെ പോയി, എനിക്കറിയാലോ, എന്നോട് ചോദിച്ചാൽ പോരെയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധിയും സുധീഷും ഒക്കെ അങ്ങോട്ട് തുറിച്ച് നോക്കുകയാണ് ഭാസ്കരനെ. അപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛനോടല്ലേ ഞങ്ങൾ ചോദിച്ചത് കുടുംബക്ഷേത്രം എവിടെയാണ്, അപ്പം നിധിയും ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛൻ എന്നാ പറഞ്ഞത്, അച്ഛൻ അറിയില്ല, എനിക്ക് അത് ഓർത്ത് വയ്ക്കലാണോ എൻ്റെ പണി എന്നൊക്കെ അല്ലേ അച്ഛൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അന്നേരം എനിക്ക് പറയാൻ തോന്നിയില്ല, ഇപ്പോൾ എനിക്കറിയാം എന്തേ ഞാൻ ഇപ്പോഴാണ് ഓർത്തെടുത്തതെന്നൊക്കെ ഇങ്ങനെ ഭാസ്കരൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷിന് വന്ന ദേഷ്യം പറഞ്ഞറിയിക്കാനില്ല. സുധീഷ് പറഞ്ഞത്, ഇങ്ങനെ ഞാനിന്ന് കൊല്ലും, എനിക്ക് ദേഷ്യം പറഞ്ഞു, അയാളെ കാല് പിടിക്കും പോലെ ഓരോന്ന് ചെയ്തിട്ടാണ് ഇത് ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ട് പിറുപിറുക്കുകയാണ്. നീ പോടാ എന്ന്. അപ്പോൾ പറഞ്ഞു, എന്തായാലും ഇപ്പം ഞങ്ങൾ കണ്ടുപിടിച്ചല്ലോ, ഞങ്ങൾ ഇനി പൊക്കോളാം എന്ന് സുധീഷ് പറയണം. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോകണതിന് എനിക്ക് നിൻ്റെ ഔദാര്യം എന്തിനാടാന്ന് ഭാസ്കരൻ ചോദിക്കുക. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതെ ഇനി അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ട, എന്തായാലും നമ്മൾ കുടുംബമായിട്ട് എന്നെ അവിടെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ചാന്ദിനി അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നികേഷ് ചാന്ദിനിയുടെ അടുത്ത് ഹിന്ദി തന്നെ, ഇങ്ങോട്ട് വരൂ ചാന്ദിനി ഇവിടെ ഇരിക്കും എന്നൊക്കെ ഹിന്ദി പറയണേ. അപ്പോഴേക്കും നിധി ചോദിക്കുകയാണ്, ആഹാ നികേഷ് നീ ഹിന്ദിയൊക്കെ അത്യാവശ്യം പറയാൻ പഠിച്ചുവല്ലോ, അടിപൊളി എന്ന് പറയണേ. അപ്പോഴേക്കും സുധീഷ് പറയണം, സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ടുണ്ടെന്ന് പറയണേ. അപ്പോൾ സുധീഷ് സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കണം, അല്ല സുഭാഷ് ഏട്ടാ, നമ്മളൊരു 3-4 ദിവസം ഇനിയിപ്പം കുടുംബക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ ചാന്ദിനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അയ്യോ ആ കാര്യം ഞാൻ മറന്നും പോയല്ലോ എന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ചാന്ദിനിയെ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണേ, അവളുടെ ആ മുറച്ചെറുക്കം വന്ന് ഇനിയിപ്പോൾ വല്ല പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവളെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്താൻ എന്തായാലും പറ്റത്തുമില്ല. അങ്ങനെ അവർ ആലോചിക്കാൻ എന്ത് ചെയ്യുമെന്ന്. അപ്പോഴാണ് സുഭാഷ് പറയണത്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചാന്ദിനി കൂടെ കൊണ്ടുപോയാലോ. നിധി മോളെ നീ എന്ത് പറയണോ? അപ്പം നിധി പറഞ്ഞു, അത് അടിപൊളിയാണ്, ചാന്ദിനിയും കൂടെ പറയട്ടെ. അപ്പോൾ സുഭാഷും സുധീഷും എല്ലാവരും പറയണേ, അതെന്തായാലും നല്ലതാ, നമുക്ക് ചാന്ദിനിയെ കൂടെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ പറയണം കേട്ടോ. അങ്ങനെ അവർ ചാന്ദിനിയും കൂടെ അമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ ഹിന്ദിയിൽ പറഞ്ഞ് ചാന്ദിനിയെ മനസ്സിലാക്കിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുധീഷ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നികേഷ് ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഇങ്ങനെ ഫോണിൽ കൂടെ നോക്കിക്കൊണ്ട് എന്തൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ ഇരിക്കുക. അപ്പോഴേക്കും സുധീഷ് പുറകെ കൂടെ ചെന്നിട്ട്, എടാ നീ ആർക്കാടാ ചാറ്റ് ചെയ്യണേ, ഏതോ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ. അപ്പോഴേക്കും നികേഷ് ആ ഫോട്ടോ അങ്ങ് മാറ്റി, അതെ സുധീഷ് ചേട്ടൻ അങ്ങനെ കാണണ്ട. അപ്പം ചോദിക്കും, അതെന്താടാ ഞാൻ കണ്ട, ഏത് പെണ്ണടാ, ഞാനിപ്പോൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കുക. അയ്യോ പറയല്ലേ. അതെ എന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു പെണ്ണ് ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും എന്ന് പറഞ്ഞു. എടാ ഒന്ന് കാണിക്കടാന്ന് പറഞ്ഞു. ഇല്ല സുധീഷ് ചേട്ടന് ഞാൻ എന്തായാലും കാണിച്ചു തരൂല എന്ന് നികേഷ് പറഞ്ഞു കേട്ടോ. അതെന്താടാ ഞാൻ കണ്ട, സുധീഷ് ചേട്ടൻ ഇനിയിപ്പോൾ അവളെ വളയ്ക്കാൻ നോക്കിയാലോ, അതുകൊണ്ട്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, എടാ നീ എന്നെ അങ്ങനെയാണോടാ കരുതണേ, എൻ്റെ മനസ്സിൽ നിധി അല്ലാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴേക്കും നികേഷ് ചോദിക്കും, ശരിക്കും നിധിയേട്ടത്തെ മാത്രമേ ഉള്ളൂ, പിന്നെ അല്ലാണ്ട് എനിക്ക് നിധി മാത്രമേ ഉള്ളൂ, പക്ഷേ എൻ്റെ പരിപാടികളൊന്നും വർക്കൗട്ട് ആവണില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് സുധീഷ് പറയണം. അപ്പോഴേക്കും നിധി അങ്ങോട്ട് പറയണേ, എന്താ അവിടെ ഒരു ചർച്ച എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സുധീഷും നികേഷും കൂടെ അപ്പോൾ അതൊക്കെ വിഷയം മറിക്കാൻ നോക്കുമ്പോൾ സുധീഷ് എന്നെ പറഞ്ഞു കൊടുക്കുക, അതെ എവനെ ഏതോ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ മൊബൈലിൽ കൂടെ നോക്കിയിരിക്കുക നിധി എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഏത് പെണ്ണ? അപ്പോഴാണ് നികേഷ് പറയണ, നിധിയേട്ടത്തേക്ക് അറിയാന്നേ, കഴിഞ്ഞ ദിവസമായിട്ട് എന്നെ ഒരു പെണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണിൻ്റെ ഫോട്ടോയാ. ഇന്ന് അവൾ എന്തെങ്കിലും നിന്നെ നോക്കിയോ? ഞാനിന്നില്ലായിരുന്നല്ലോ. അപ്പോൾ നികേഷ് പറഞ്ഞു, ഇന്ന് നോക്കി എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു, പേരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു.
ഓഹോ അവിടം വരെ ആയോ കാര്യങ്ങളെന്ന് ഇങ്ങനെ നിധി ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് അങ്ങോട്ട് കടന്നു വരികയാണ്. സുഭാഷ് ചോദിച്ചു, ഇവിടെ എന്താടാ പ്രശ്നം? അപ്പോൾ സുധീഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. നികേഷ് പറയല്ലേ സുധീഷ് ചേട്ടാ പറയല്ലേ എന്ന് പറഞ്ഞെങ്കിലും സുധീഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, എടാ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് വെച്ചിട്ട് അപ്പം തന്നെ നീ അങ്ങ് ലൈൻ അടിക്കാനാണോ നോക്കണം? അവിടെ ഇവിടെയൊക്കെ ഓരോ പെൺകുട്ടികളുണ്ടാവും, നമ്മൾ സഹോദരിമാരെ പോലെ കാണണം. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അപ്പോൾ എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരന്മാരെന്നാണോ സുഭാഷ് ചേട്ടാ പറഞ്ഞു പറഞ്ഞത്? അപ്പോഴേക്കും സുധീഷ് അതിൻ്റെ ഇടയിൽ ചാടി വീണ്ടും പറഞ്ഞു, എൻ്റെ പൊന്നു സുഭാഷ് ചേട്ടാ അവനെയും കൂടെ ആ ഒരു ഇത് പഠിപ്പിച്ചെടുക്കല്ലേ. എന്തായാലും സുഭാഷ് ചേട്ടനെ ലോകത്തുള്ള എല്ലാവരും സഹോദരന്മാരാ, അവനെങ്കിലും മര്യാദയ്ക്കൊന്ന് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് പതുക്കെ പ്ലേറ്റ് മാറ്റാൻ നോക്കി കേട്ടോ. എന്നിട്ട് സുഭാഷ് നോക്കുമ്പോൾ സുധീഷിൻ്റെ സംസാരം നല്ലതല്ല. കാരണം എന്ന് വെച്ചാൽ നേർവഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ മുതിർന്നവരല്ലേ, നീ എന്തൊക്കെയാണ് അവന് പറഞ്ഞു കൊടുക്കണേ നികേഷിനെന്ന് പറഞ്ഞ് സുധീഷിനെ വഴക്ക് പറയാം കേട്ടോ. അപ്പോഴേക്കും സുധീഷ് അടുത്തൊരു നമ്പർ ഇടേണ്. വേറൊന്നുമല്ല, സുഭാഷ് ചേട്ടാ എന്തോ അടുപ്പത്ത് ഇതേ കരിഞ്ഞ മണം വരണുണ്ട്, എന്തോ സാധനം കരിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അയ്യോ ഞാൻ മറന്നു എന്നും പറഞ്ഞ് നമ്മുടെ സുഭാഷ് ഓടിച്ചെല്ലുണ്ട് കേട്ടോ. അതിൻ്റെ പുറകെ വെച്ച് പിടിച്ച് നമ്മുടെ നിധിയും പോവേണ്. അപ്പം നികേഷ് ചോദിച്ചു, ഒന്നും കരിഞ്ഞ മണം പറഞ്ഞില്ലല്ലോ, നിനക്ക് കരിഞ്ഞ മണം വരാത്തതിൻ്റെയാണോ സങ്കടം? നീ അപ്പം എൻ്റെ ഫോട്ടോ ഇങ്ങോട്ട് കാണിക്കടാന്ന് പറഞ്ഞ് സുധീഷും നികേഷും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരീഷിനെയും നീതുവിനെയാണ്. അപ്പോൾ ഹരീഷ് നീതുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീതു ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ പോകുന്നുണ്ട്, കുടുംബക്ഷേത്രത്തിൽ 3-4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകാവോ എന്ന് നമ്മുടെ നീതു ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഹരീഷ് പറയും, അടുത്ത കൊല്ലം നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് കുടുംബമായിട്ട് പോകാമെന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ ചാന്ദിനിയെ കൊണ്ടുപോകുന്ന കാര്യം ഹരീഷ് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നീതുവിനൊരു ഇച്ചിരി കുശുമ്പ് വന്നു കേട്ടോ. കാരണം ഓഹോ ഇപ്പം അവരെയൊക്കെ കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോവില്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവസാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ചാന്ദിനീനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് നീതു എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒടുവിൽ നീതു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഖിൽ ചോറ് തിന്നാനായിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ സീത ഫുഡൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അഖിൽ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നീതു അടുത്തോട്ട് ചെന്നിട്ട് ഹരീഷുമായിട്ട് സംസാരിക്കുന്നത് അഖിലിനെ കേൾപ്പിക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, അഖിലേട്ടാന്ന് പറഞ്ഞിട്ട് പറയണേ, അടുത്ത കൊല്ലം ഞാൻ ഹരീഷും കൂടെ കല്യാണം കഴിഞ്ഞ് അവരുടെ കുടുംബക്ഷേത്രത്തിൽ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഖിലിനെ അങ്ങോട്ട് ദേഷ്യം പറയണേ, നീ പോയ വരി ചെയ്യ്, അത് എൻ്റെ അടുത്ത് പറയണേ എന്തിനാണെന്ന് ചോദിച്ചിട്ട് അഖിൽ തിന്നാനായിട്ടിരുന്നപ്പോൾ സീത ചോദിച്ചു, അതെ നീ ഫുഡൊക്കെ വയറ് നിറച്ചും കഴിച്ചിട്ടിരിക്കണതാ, ആ ചെറുക്കൻ ഫുഡ് കഴിക്കാൻ വരുമ്പോഴേക്കും അവളങ്ങോട്ട് തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് സീത വഴക്ക് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും നീതു ചുമ്മാ അവനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അഖിലിനെ ഒന്ന് കാണുമ്പോൾ ഒന്ന് ചൊടിപ്പിക്കുക, അത്രയേ ഉള്ളൂ നീതുവിന്. എന്നിട്ട് നേരെ ഫോൺ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഹരീഷിൻ്റെ അടുത്ത് പറയും, അതെ ഇടയ്ക്കിടയ്ക്ക് അഖിലിൻ്റെ അടുത്ത് എനിക്ക് ഹരീഷിനെ നിൻ്റെ കാര്യം എൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ് അവനെ ഒന്ന് ചൊടിപ്പിക്കണം, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല. അപ്പോൾ ഹരീഷ് പറഞ്ഞു, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകണ്ട നീതു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധീഷ് പിറ്റേന്ന് രാവിലെ അവർ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പം രാവിലെ എന്നെ പോകണം, അപ്പം കാറ് ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് സുധീഷ് പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കും, അതിന് നിനക്ക് ലൈസൻസോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ലൈസൻസൊക്കെ 1 മാസത്തെ സമയത്തിന് വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വാങ്ങി വെച്ചത്, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പോയി ലൈസൻസൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്, ഇനി സുധീഷിന് വണ്ടി ഓടിക്കേണ്ടതിന് ഒരു തടസ്സവും ഇല്ല എന്ന് സുധീഷ് പറയണേ. ഓ അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മുടെ സുധീഷ് വണ്ടിയൊക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറായിട്ട് എല്ലാം റെഡി ആവുകയാണ്, ബാഗ് എടുത്ത് വയ്ക്കുന്നത്. അപ്പം സുഭാഷ് സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തോ? അപ്പം ഞാൻ എല്ലാം സുഭാഷിൻ്റെ ബാഗിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹരീഷ് നികേഷ് അതുപോലെ അവർക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഒരു 3-4 ദിവസത്തെ യാത്രയാണ്. അങ്ങനെ നീതുവും ചാന്ദിനിയും നമ്മുടെ ഭാസ്കരനും എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ട്രിപ്പായിട്ട് പോകാനായിട്ടാണ് അവർ നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിരിക്കാം. അത് മാത്രമല്ല, ഇനിയിപ്പോൾ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി എല്ലാം കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരു നല്ലൊരു രീതിയിൽ ഇനി വരും എന്ന പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഇനി നമ്മുടെ സുഭാഷിൻ്റെയും ചാന്ദിനിയുടെയും ജീവിതമൊക്കെ എന്താവും, അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്ത് തന്നെ ഇരിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സുമി മുഫാസ് മൻസിലിൽ നമ്മൾ രാത്രി 10 മണിക്ക് നമ്മുടെ ഇവർ
വിവാഹിതരായാൽ എന്ന പരമ്പര, അതായത് നാളെ വരാനിരിക്കുന്നത് ആ പരമ്പര ഞാൻ അതിൻ്റെ പ്രൊമോ ഇടുന്നുണ്ട്. അപ്പോൾ ഈ 2 സീരിയലും കാറ്റത്തെ കിളിക്കൂടും അതോടൊപ്പം തന്നെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ.